മുത്തുമണികളെ എല്ലാവരും ബഹുമാനിച്ചിട്ടുണ്ട്. ഗ്രീൻ ഓട്ടോയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുതലായ കാരണം 2 പാർട്ടായി ചെയ്തതേ. നമ്മുടെ ഷോപ്പിന്റെ പേര് ഫ്രണ്ട്സ് ഓട്ടോ കൺസൾട്ടൻസിയാണ്. ലൊക്കേഷൻ വരുന്നത് വൈലത്തൂരിൽ നിന്നും കോട്ടക്കൽ പോകുന്ന വഴി ചോലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. വണ്ടികളെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിട്ടല്ലാത്ത എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ ഫുൾ ഡീറ്റെയിൽസ് തരുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വീഡിയോയിൽ വരുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് വരുന്നത് നേരത്തെ കണ്ട പോലെ ഒരു ഡബിൾ ഗണ്ണാണ്. 2013 ഇത് മോഡല്. നമ്മളെ ബജാജിൻ്റെ വണ്ടികളിൽ ആദ്യം വന്നത് കംപ്ലീറ്റ് ഒറ്റ ഹെഡ്ലൈറ്റ് ആയിരുന്നു. അതിൽ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത് ഡബിൾ ഗണ്ണ് വന്നിട്ടുള്ളത് 2013 മോഡലുകളാണ്. ആ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. 2013 ലാസ്റ്റ് വന്ന വണ്ടിയാണിത്. ഇതും പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കും. അതേപോലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എടുക്കാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തും കൊടുക്കും. റേറ്റിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടാക്സി വണ്ടി കുറേ കാണിച്ച് മടുത്ത്. ഇപ്പം നീ പ്രൈവറ്റ് എടുക്കാൻ ആഗ്രഹം ഉള്ളവരും ഉണ്ടാവുമല്ലോ നമ്മളെ കൂട്ടത്തിൽ. ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ എടുത്തിട്ട് വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി. 2012 മോഡലുള്ള KL 21 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണത്. പ്രൈവറ്റ് ആണ് വണ്ടി. 2012. അപ്പോൾ ഒരു ഏകദേശം ഇനി 2 വർഷം കൂടെ റിന്യൂവലിന് വരും. ഫുള്ള് ബോഡി ഇറക്കിയിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം. കാരണം പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബോഡിയൊക്കെ ഇറപ്പിച്ചിട്ട് പാച്ച് വർക്ക് എടുത്തിട്ട് ഫുള്ള് പെയിൻറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. അത് ലോക്കൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല. ഒക്കെ വൃത്തിയുള്ള പണി തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയിട്ട് ഇനി ഓടിയാൽ മതി. പേപ്പർ എല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 1.25. ഇതും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് ബോഡി ഇറക്കി പണിയെടുപ്പിക്കാൻ വരുന്നുണ്ട്. നമ്മളെ കമൻറ്റിലൊക്കെ കണ്ടു അത്ര ഒന്നും ഇല്ല, 20,000 30,000 ഒക്കെ ഉള്ളൂ. അത് നമ്മൾ ഇപ്പോൾ ഒന്ന് ചെയ്തിട്ട് പണിയെടുപ്പിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് മനസ്സിലാവുള്ളൂ. ഞാൻ അപ്പോൾ ചെയ്തിട്ട് ഉള്ള ഒരു ഇതുകൊണ്ട് പറഞ്ഞു തരാണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ബോഡി ഇറക്കി പണിയെടുപ്പിക്കാൻ വരുന്നുണ്ട്. ഓരോ നമ്മൾ പുതിയത് ഇട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് വരും. ഏകദേശം ഒരു 70-80 റുപ്യ റേഞ്ച് വരുന്നുണ്ട്. അതേപോലെ ഒരു കമൻറ്റ് കണ്ടു, ഫ്രഷ് വണ്ടി എടുത്തിട്ട് ബോഡി പണി എടുപ്പിക്കാൻ ആകെ 20,000 ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇനിയിപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. നമ്മളെ ഈ ഭാഗത്ത് പണി എടുപ്പിക്കാൻ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഓരോ വർക്കിനും അതിൻ്റെതായ എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ CNG വണ്ടി തന്നെ ഒരു കംപ്ലീറ്റ് പണി കഴിപ്പിച്ച വണ്ടി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 60,000 രൂപയാണ്. എന്താ വർക്കുള്ളത്? വുഡ് വർക്കും കമ്പിപ്പണി, ഇൻറ്റീരിയർ വർക്കും. അത്രയും ഒരു പണിക്ക് വേണ്ടിയിട്ട് 60,000-70,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബോഡി ഇറക്കി പണിയെടുപ്പിക്കാൻ ഏകദേശം എത്ര വരും നമുക്ക് അതിനെ ഊഹിക്കാം. അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ ബോഡി ഇറക്കി പണിയെടുപ്പിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആ ഉള്ളൊരു കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ അത്ര റേറ്റ് ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കാം. അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കണം. അടുത്തത് CNG വണ്ടി വേണം എന്നാൽ അത്ര വലുത് വേണ്ട, ചെറിയ വണ്ടി മതി. അങ്ങനത്തെ ഒരു ഈ ഒരു വണ്ടി 2021 മോഡല്. വണ്ടി കണ്ടാൽ തന്നെ എനിക്ക് പേഴ്സണലായി പറയുകയാണെങ്കിൽ വണ്ടി നല്ല ഇഷ്ടമായി. കാരണം നല്ല വൃത്തിയിൽ പണിയെടുപ്പിച്ചിട്ട് ഫിറ്റിങ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾ ഓടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതിനാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. CNG വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം എന്തായാലും നല്ലൊരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ വണ്ടി CNG തന്നെയാണ്. ഏകദേശം 40-45 50ൻ്റെ ഉള്ളിൽ കിട്ടും. നമ്മളെ റണ്ണിങ്ങിനനുസരിച്ച് കൊണ്ടിടക്കുന്ന ആൾക്കനുസരിച്ച് ഉണ്ടാവും മൈലേജ്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. ഒറ്റ സിലിണ്ടറാണ് ഇതിന് വരുന്നത്. വലിയ വണ്ടിയൊക്കെ 2 സിലിണ്ടർ വരുന്നുണ്ട്. 2021 മോഡല് പേപ്പറുള്ള വണ്ടിയാണ്. ഈ വണ്ടി BS6 ആണ് എൻജിൻ വരുന്നത്. പുതിയ വണ്ടികളൊക്കെ BS6 ആണ്. ചെറിയ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. നമ്മൾ 3 വീലർ ഓട്ടോറിക്ഷ മാത്രം കാണിക്കുമ്പോൾ ഈ ഗുഡ്സ് വണ്ടി വേണമെന്നുള്ളവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മളെ വണ്ടിയും കൂടെ കാണിക്കുകയായിരുന്നെങ്കിൽ. അതും നമ്മളതിലുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഒരു നീല കളറുള്ള ഒരു പിയാജിയോൻ്റെ ആപ്പെ 2016 മോഡല്. പാച്ച് വർക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പാച്ച് വർക്ക് ഉള്ളതൊക്കെ തീർത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ള വണ്ടിയാണ്. 2016 മോഡൽ. വണ്ടി ഓടിയിട്ടുള്ളത് ഏകദേശം 67,000 കിലോമീറ്ററോളം വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡയറക്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. KL 55 രജിസ്ട്രേഷൻ വരുന്ന, നമ്മൾ തിരൂർ തന്നെ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. വേറെ കണ്ടീഷനും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഒക്കെ പെയിൻ്റ് അടിച്ച് ഡീസൽ ടാങ്ക് അടക്കം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ അന്വേഷിച്ചിട്ട് വരിക.
അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1-2 പേപ്പേഴ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വണ്ടി പേപ്പർ അടവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബജാജിൻ്റെ ഒരു ആപ്പ വണ്ടി കൂടെ ഉണ്ട്. ബജാജ് മാക്സിമയിൽ വരുന്ന ഗുഡ്സ് വണ്ടിയാണിത്. 2021 മോഡൽ. പാച്ച് വർക്കൊക്കെ തീർത്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിച്ചിട്ടുള്ള വണ്ടിയാണ്. പാച്ച് വർക്ക് തീർക്കാന്ന് പറയാൻ വണ്ടി അധികം പഴക്കമൊന്നും വന്നിട്ടില്ല. പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടയർ ലേശം മോശമാണ്. വീലിന് ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട്. അത് ഇവിടുന്ന് തീർത്തിട്ട് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. വണ്ടിൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. പുതിയ പേപ്പർ കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വണ്ടി തന്നെയാണ്. 2021 മോഡൽ എന്ന് പറയുമ്പോൾ അധികം പഴക്കമൊന്നുമില്ല. വണ്ടി ഓടിയിട്ടുള്ള ഏകദേശം 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് പുറമേ നിന്ന് കണ്ടിട്ട് നല്ലൊരു വണ്ടി തന്നെയാണ്. നല്ല കണ്ടീഷനാണ്. നമ്മൾ റണ്ണിങ് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ്. ഗൈസ്, നമ്മളെ നിലവിലുള്ള കളക്ഷനിലെ ലാസ്റ്റ് വണ്ടിയാണ്. വണ്ടികൾ ഇനിയും വരാനുണ്ട്. ഗോഡൗണിൽ പണിയെടുപ്പിച്ച് കിടക്കുന്ന വണ്ടികളുണ്ട്. ഇവിടെ കൊടുന്നിടാനുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്ന വണ്ടികൾ ലാസ്റ്റ് വണ്ടിയാണ്. ഇത് 2012 മോഡൽ നമ്മുടെ KL55 തിരൂർ രജിസ്ട്രേഷനിലെ ഒരു വണ്ടിയാണ്. ഇത് ബോഡി ഇറക്കി പണിയെടുപ്പിച്ചിട്ടൊന്നുമില്ല. നിലവിലുള്ള കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. വണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ഫുൾ എടുത്ത് കൊടുക്കുന്നതാണ്. പേപ്പറുള്ള വണ്ടിയാണ്. നിലവിലുള്ള കണ്ടീഷൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൊടുക്കുന്നത്. ബാക്കി നമ്മൾ കാണിച്ചതിലൊക്കെ ബോഡി ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഇങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. 2012 നമ്മൾ തിരൂർ തന്നെ വരുന്ന വണ്ടിയാണ്. റണ്ണിങ് കണ്ടീഷന് നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്തെടുക്കുക. റേറ്റും മറ്റ് പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഷോപ്പിൽ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വണ്ടി എടുക്കാം. ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ എടുക്കാം. അതേപോലെ അടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ആധാർ, ഒരു ഫോട്ടോ, അതുപോലെ ബാങ്കിൻ്റെ ഒരു ചെറിയ എന്തൊരു പേപ്പർ നമ്മളിവിടെ വന്നിട്ട് ഡയറക്റ്റ് അന്വേഷിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അവരോട് വിളിച്ച് അന്വേഷിച്ചാൽ വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്കറിയും. അതുപോലെ വണ്ടികളുടെ റേറ്റ് പറയാത്തത് അവർക്ക് റേറ്റ് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വണ്ടിയുടെ റേറ്റും പേപ്പർ ഇനി എത്ര ഉണ്ടെന്നുള്ളതും പേപ്പർ എടുക്കാനുള്ള വണ്ടിയാണെന്നും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊരു വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ലക്ക്.